കാലങ്ങളായി വയറ്റിൽ നിന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വയറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടുക, വയറ്റിൽ നിന്ന് പോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, വേദന ഉണ്ടാവുക, വയറ്റിൽ നിന്ന് പോകുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുക. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്തുകൊണ്ട് ആവശ്യത്തിനുള്ള സപ്ലിമെൻറ്റ്സ് കൊടുത്തുകൊണ്ടും നിയന്ത്രിച്ച് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഞാൻ ഡോക്ടർ ആമിന, നിരാല ഹീലിംഗ് ഓയാസിസിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. കാലങ്ങളായിട്ട് വയറ്റിൽ പോകാനും ബുദ്ധിമുട്ടുണ്ട്, ഇത് മാറുമെന്ന് തോന്നുന്നില്ല ഡോക്ടറെ എന്ന് പറയുന്ന പേഷ്യൻസ് ഒരുപാടാണ്. അതുപോലെ തന്നെ 10 വർഷമായി 15 വർഷമായിട്ട് വയറ് വീർത്ത് തന്നെ ഇരിക്കുകയാണ്, ഇത് താഴ്ന്നു പോകാറൊന്നുമില്ല, ഇതിനി മാറുമൊന്നുമില്ല ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകളുമുണ്ട്. മറ്റുള്ള കേസുകൾക്ക് വേണ്ടി വരുന്നതായിരിക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ അവരുടെ ഈ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. മാത്രമല്ല വയറിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നുമാണ് ബാക്കി പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ തലയിലെ താരനായാലും അല്ലെങ്കിൽ മൈഗ്രെയിൻ്റെ ഇഷ്യൂ ആയാലും വേറെയുള്ള പ്രോബ്ലംസ് ആയാലും ഒക്കെ തുടങ്ങുന്നത് ഈ ഒരു വയറ്റിൽ നിന്നാണ്. അപ്പോൾ വയറാണ് ആദ്യം ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഗട്ട് ബാലൻസ് ആയാലും ഡൈജസ്റ്റ് ആയാലും ഹാർമോണിക്സിൻ്റെ ഒക്കെ ടാബ്ലറ്റ്സ് സപ്ലിമെൻറ്റ്സ് കൊടുത്തുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ക്യൂർ കൊണ്ടുവരാറുണ്ട്. ഇത്തരം ആളുകൾക്ക് ഒരു ദിവസം കൊണ്ടല്ല ഇത്തരത്തിലുള്ള പ്രശ്നം വരുന്നത് എന്നതാണ് ഫസ്റ്റ് നിങ്ങൾ അറിയാനുള്ള കാര്യം. ഇന്നോ ഇന്നലെയോ പെട്ടെന്ന് ഒരു ചൊറിച്ചിൽ വരുന്നു അല്ലെങ്കിൽ പെട്ടെന്നൊരു ബ്ലീഡിങ് വരുന്നു, അങ്ങനെയല്ല. ആദ്യം വളരെ ബിഗിനിങ് ആയിട്ട് ഇവർക്ക് ഒരു നെഞ്ചരിച്ചിലുണ്ടാവാം, പിന്നീട് ഒരു ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടാവാം. ഈ സമയത്തൊക്കെ ഇവർ ഗ്യാസിൻ്റെ ടാബ്ലറ്റ്സ് കഴിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും റെമഡികൾ ട്രൈ ചെയ്ത് ചൂട് പിടിക്കുകയോ ഒക്കെ ചെയ്ത് അവർ ആ ഒരു പ്രശ്നം കുറച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കും. കാലം കഴിയുമ്പോൾ ഈ ഒരു ചെറിയ പ്രശ്നം അവിടെ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കി അൾസറായിട്ട് രൂപപ്പെടും. അവിടെ ഉണ്ടായ ആ അൾസർ പിന്നീട് പതുക്കെ കുടലിലേക്കും അതുപോലെ തന്നെ കുടലിൽ നിന്നുള്ള ഈ ഒരു പസ്, അവിടെ ഇപ്പം അൾസർ ഒരു ചെറിയ മുറിവുണ്ടാകുമ്പോൾ എന്തായാലും പസ് വരും. ആ പസ് പുറത്തേക്ക് കളയാനായിട്ടാണ് ചെറിയ ചെറിയ കുരുക്കളായിട്ട് പുറത്ത് ചെറിയ ചെറിയ ബൾജുകൾ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാകുന്നത് 1, 2, 1 മാസമോ 2 മാസമോ കൊണ്ടല്ല, ഇതൊരു വലിയ ലോങ് ജേർണി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ പൈൽസിൻ്റെ ഇഷ്യൂസ് ചെറിയ കുരുക്കൾ പോലെ കാണുന്നുണ്ടെങ്കിൽ അതിനെ അപ്പോൾ തന്നെ ഡോക്ടറുടെ സഹായത്തോടു കൂടി കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ പ്രശ്നമുള്ള ആളുകൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരു സൂതനിങ് ഡയറ്റ് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ വയറിൽ ഓൾറെഡി ചെറിയ ചെറിയ മുറിവുകളുണ്ട്, അത് പസ് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറുന്നതിനായിട്ട് ഒരു സൂതനിങ് ഡയറ്റ്, നിങ്ങളുടെ വയറിനെ ഇറിറ്റേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ബ്ലാൻഡ് ആയിട്ടുള്ള, ഒരുപാട് എരിവില്ലാത്ത, ഒരുപാട് പുളിയില്ലാത്ത, ഒരുപാട് ഉപ്പ്, ഒരുപാട് മധുരം ഒന്നുമില്ലാത്ത ഒരു ബ്ലാൻഡ് ആയിട്ടുള്ള ഡയറ്റ്, പച്ചക്കറികളൊക്കെ വേവിച്ച് കഴിക്കുക, അതിനകത്ത് ചെറുതായിട്ട് പിങ്ക് സോൾട്ട്, ഇച്ചിരി കുരുമുളക്, ഇതൊക്കെ ഇട്ട് വേവിച്ച് കഴിക്കുന്ന ഒരു ഡയറ്റ് വേണം നിങ്ങൾ അതിൻ്റെ ഒരു പടിയായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഫോളോ ചെയ്യാൻ. ഇതൊരു 10 ദിവസം അല്ലെങ്കിൽ നിങ്ങളൊരു 3 ദിവസം ഫോളോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അത്രയും നാളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിനെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ട സപ്ലിമെൻറ്റ്സും, പെട്ടെന്ന് മുറിവുകൾ ഹീലാവാനായിട്ടുള്ള സപ്ലിമെൻറ്റ്സ്, ആ ഒരു മുറിവ് ഒന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടണമല്ലോ. അപ്പോൾ അതിന് ഹാർമോണിക്സ് പോലുള്ള സപ്ലിമെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നം, ഗട്ട് ഫ്ലോറ ബാലൻസ് ചെയ്യണം. അപ്പോൾ അവിടെ ബാക്ടീരിയയുടെ അളവ് കൂടുതലുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രൊബയോട്ടിക് വേണ്ടി വരും. ഗട്ട് ഫ്ലോറ ബാലൻസ് ചെയ്യാനുള്ള ഒരു സപ്ലിമെൻ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സപ്ലിമെൻ്റ് എല്ലാം എടുത്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 100% ക്യൂർ തന്നെ കിട്ടും. ശാരീരികമായിട്ടുള്ള ആരോഗ്യം നമുക്ക് ഇത്തരത്തിൽ നോക്കാം. മാനസികമായിട്ടുള്ള ആരോഗ്യം വയറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗട്ട് ബ്രെയിൻ ആക്സിസ് ഞാനല്ല ആദ്യമായിട്ട് പറഞ്ഞത്, ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഗട്ടിന് നമ്മൾ എന്ത് ഇറിറ്റേഷൻ കൊടുക്കുന്നു അത് മൈൻഡിനെ ഇറിറ്റേറ്റ് ചെയ്യും. നിങ്ങൾക്ക് വയറിനൊരു പ്രശ്നം, ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നു, മൈൻഡിനെ ഇറിറ്റേറ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് മൈഗ്രെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. ഗട്ടിന് പ്രശ്നം, അസിഡിറ്റി ഇഷ്യൂസ്, മൈഗ്രെയിൻ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നിങ്ങളിപ്പോൾ ഇൻഡൈജഷൻ വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഫുഡ് കഴിച്ചോ, നിങ്ങൾക്ക് ചിലപ്പോൾ പിറ്റേ ദിവസം മൈഗ്രെയിൻ വരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ട്, നിങ്ങളിപ്പം ഉറക്കമൊഴിയുന്നുണ്ട്, ഉറക്കമൊഴിഞ്ഞ് പഠിക്കുന്നുണ്ട്, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, ഉറക്കമില്ല, നിങ്ങൾക്ക് ഒത്തിരി സ്ട്രെസ്സാണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം നിങ്ങൾക്ക് വയറ്റിന് പ്രശ്നം വരാം. അപ്പോൾ ഇതാണ് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം ഇത്തരത്തിൽ നിങ്ങൾ സൂതനിങ് ഡയറ്റൊക്കെ എടുത്ത് നിങ്ങളതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഉറപ്പായിട്ടും മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനായിട്ട് യോഗ, മെഡിറ്റേഷൻ, കൗൺസിലിംഗ് പോലുള്ളവ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യണം.
ഭക്ഷണം കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ ഇൻഡൈജഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഈ പച്ച വെജിറ്റബിൾസ്, വേവിക്കാത്ത വെജിറ്റബിൾസ് കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വയറ്റിൻ്റെ പ്രശ്നമാണെങ്കിൽ കൂടുതലും ഒന്ന് സോട്ട് ചെയ്ത വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്ത വെജിറ്റബിൾസോ നമ്മൾ ഏറ്റവും ഈസി ആക്കി കൊടുക്കുക. വയറിനെ അബ്സോർബ് ചെയ്യാനായിട്ട് ഒരുപാട് ഈസി ആക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തെ കാര്യം, നന്നായിട്ട് ചവയ്ക്കുക. നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സാഹചര്യത്തിൽ വയറിന് ഓൾറെഡി മുറിവും പ്രശ്നമൊക്കെയാണ്, എന്നാൽ നമുക്ക് കഴിക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ വായിൽ നിന്ന് തന്നെ നന്നായി ചവച്ച് നല്ല പേസ്റ്റ് പരുവത്തിനാക്കിയിട്ട് വേണം ഉള്ളിലേക്ക് എത്തിക്കാനായിട്ട്. മധുരം കൂടുതലുള്ള ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ കുടിക്കുന്നത് ഈ സമയത്ത് വയറിനെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബ്ലാൻഡ് ആയിട്ടുള്ള കുമ്പളങ്ങ ജ്യൂസ്, ബാർലി വെള്ളം, കുക്കുംബറിൻ്റെ ജ്യൂസ് ഇതൊക്കെ കുടിക്കുന്നതായിരിക്കും ഈ സമയത്ത് നല്ലത്. ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞിരിക്കാനായിട്ട് അയമോദകം തിളപ്പിച്ച വെള്ളം, ജീരകം തിളപ്പിച്ച വെള്ളം, കരിഞ്ജീരകം തിളപ്പിച്ച വെള്ളമൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതുകൂടാതെ മോരിൽ കായം ചേർത്ത് കഴിക്കുന്നത് അസിഡിറ്റി കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഉറപ്പായിട്ടും ഇഞ്ചി വളരെ നല്ല ഒരു വയറിന് നല്ലൊരു സൂതനിങ് എഫക്റ്റ് തരുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഇഞ്ചിയെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ഒഴിവാക്കാനുള്ളത് ഉറപ്പായിട്ടും ആഡഡ് ഷുഗർ ആയിട്ടുള്ള ബേക്കറി ഐറ്റംസിൽ വരുന്ന പേസ്ട്രീസ്, ഡോണറ്റ്സ് അതുപോലുള്ള വസ്തുക്കൾ ഒഴിവാക്കുക. ബിസ്ക്കറ്റ്സ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കുന്ന ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. കടയിൽ നിന്ന് മേടിക്കുന്നത് ഓർഗാനിക് ആയിട്ടുള്ള വീട്ടിൽ ഉണ്ടാക്കുന്ന അതിൽ തന്നെ സൂതൻ ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണം വേണം ഈ സമയത്ത് നിങ്ങൾ കഴിക്കാൻ. താൽക്കാലികമായി വയറ്റിൽ നിന്ന് പോകാൻ സഹായിക്കാനായിട്ട് ഗീ അഥവാ നെയ്യ് ഒരു ഗ്ലാസ്സിൽ വാം വാട്ടറിനകത്ത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് രാവിലെ എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ആവണക്കെണ്ണയും ഇതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നിങ്ങൾക്ക് അതിരാവിലെ എടുക്കാവുന്നതാണ്. വയറ്റിൽ നിന്ന് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത്തരത്തിൽ നിങ്ങൾക്കൊരു 7 days ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങളൊരു ബ്രേക്ക് എടുക്കണം. അതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി ടെസ്റ്റ് ചെയ്ത് എന്താണ് ശരിക്കുമുള്ള കാരണം എന്ന് കണ്ടെത്തണം. ചില ആളുകളിലെങ്കിലും വയറ്റിൽ നിന്ന് പോവാതിരിക്കാനുള്ള കാരണം നടുവേദനയോ നെർവ് കംപ്രഷനോ ഒക്കെ ആയിരിക്കാം. മേൽപ്പറഞ്ഞ ജ്യൂസുകൾ കൂടാതെ വയറിനെ ഒത്തിരി സൂത്തൻ ചെയ്യാൻ കഴിവുള്ള ഒരു ജ്യൂസാണ് ക്യാരറ്റ് ജ്യൂസ്. വയറിന് പ്രശ്നമുള്ളവർ ക്യാരറ്റ് ജ്യൂസ് എടുക്കുന്നത് വയറിൻ്റെ ലൈനിങ് പെട്ടെന്നൊന്ന് റീജനറേറ്റ് ആയി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ക്യാരറ്റ് ജ്യൂസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പപ്പായ കഴിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. കാരണം പപ്പായയിലുള്ള പപ്പൈനും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ആൻറ്റി ഹെൽമിന്തിക് എഫക്റ്റും നിങ്ങളുടെ വയറിനെ നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ എല്ലാം കുറച്ച് ഹീൽ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ഗ്യാസിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ളവർ പച്ചയ്ക്ക് നിങ്ങളുടെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാതിരിക്കുക. ഒന്ന് സോട്ട് ചെയ്തോ സ്റ്റീം ചെയ്തോ കഴിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ സൂതനിങ് ഡയറ്റ് ആയാലും ആവശ്യത്തിന് വെള്ളം കുടിക്കുക, സ്ട്രെസ്സിൻ്റെ ഇഷ്യൂസ് കുറച്ച് വെക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്നൊന്ന് ഹീൽ ആവാനുള്ള സപ്ലിമെൻറ്റ്സ്, ഹാർമോണിക്സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗട്ട് ബാലൻസോ പ്രൊബയോട്ടിക്കോ എന്താണോ നിങ്ങളുടെ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത് ആ രീതിയിലുള്ള സപ്ലിമെൻറ്റ്സ് കൂടി എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പൈൽസിൻ്റെ ഇഷ്യൂ ആയാലും ഗ്യാസിൻ്റെ ഇഷ്യൂ ആയാലും ഫെസ്റ്റിലയുടെ ഇഷ്യൂ ആയാലും എത്രയും വേഗം തന്നെ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇനി ഇതിന് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് കൺസൾട്ടേഷനും അവൈലബിൾ ആണ്. ഓൺലൈൻ, ഓഫ്ലൈൻ, ഇൻ പേഷ്യൻറ്റ് ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.